മുത്തോനാട് മലപ്പുറം ചങ്ങായിയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് വാണിയമ്പലത്താട്ടോ. വാണിയമ്പലത്ത് ശാന്തി റോഡിന് കഴിഞ്ഞ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ, അതായത് കാളികാവിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിച്ചൂസ് ടീ കോഫി ആൻഡ് സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ടാവും. ഈ ഒരു കട വിൽപ്പനക്കാണെന്ന് പറഞ്ഞിട്ട് ആളെ നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ഒരു കടയാണ്. ഒരുപാട് ഐറ്റംസ് എണ്ണക്കടികൾ, നല്ല തിരക്കുള്ള കടയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ അറിയാനും ഈ കട നല്ല രൂപത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ കട വിൽക്കും. അപ്പോൾ ഇതിൽ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. ഓണറോട് ഒന്ന് സംസാരിച്ച് നോക്കാം. ഹലോ കുഞ്ഞുട്ടിയാ, അസ്സലാമു അലൈക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓണർ, കുഞ്ഞുട്ടി. പിന്നെ നമ്മൾ കട കൊടുക്കണം, കട നമുക്ക് നല്ലൊരാളെ കിട്ടണമെങ്കിൽ കൊടുക്കണം. എത്ര വർഷമായിട്ട് നമ്മൾ കട ഇത് ഓപ്പൺ ആയിട്ട് എത്ര വർഷം? മൂന്നാമത്തെ വർഷമാണല്ലേ. ഒരു വർഷം ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ പോയി, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ വർഷം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചോദ്യം, നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ഒരു കടയാണ് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എന്തിനാ കൊടുക്കണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അതിന് നല്ലൊരു ഓഫർ നമുക്ക് വരുമ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് അത് നമുക്ക് പിന്നെ ചോദിക്കാട്ടോ. എന്തായാലും ഇയാളെ കോൺടാക്ട് നമ്പർ ഇതിലുണ്ടാവും, നേരിട്ട് വിളിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ നമ്മളെന്തൊക്കെ ഇവിടെ മെയിനായിട്ട് നമ്മളെന്താ പരിപാടി? മെയിനായിട്ട് നമ്മൾ ചിക്കൻ പൊക്കവട, സാധാ പൊക്കവട, പോക്കറ്റ് ഷവർമ, കിളിക്കൂട്, പിന്നെ ചട്ടിപ്പത്തിരി, പഴംപൊരി, സമൂസ, കട്ട്ലേറ്റ്, ഉള്ളിവട, പിന്നെ കായബജി, മുട്ട ബജി, അങ്ങനെ എല്ലാ ഐറ്റംസും അല്ലേ? ഒരുപാട് ഐറ്റംസ്. വെള്ളം, ചായ, സർബത്ത്, പിന്നെ സോഡ, നാരങ്ങ, അങ്ങനെ ഐറ്റംസുകളുണ്ട്. ഇങ്ങനെ ഐറ്റംസ്, ചായ, കോഫി, ഹോർലിക്സ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ലൊക്കേഷൻ വരുന്നത് വാണിയമ്പലം അങ്ങാടി തന്നെയാണ്. വാണിയമ്പലം അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡ് വാണിയമ്പലം പിന്നെ കാളികാവ് റോഡിലാണ് നിച്ചൂസ് ടീ കോഫി ആൻഡ് സ്നാക്സ് ഈ ഒരു കടയാണ് കൊടുക്കാറ്. വേനൽ പരിസല്ലാതെ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കടയാണ്. 2-3 വർഷമായിട്ട് ഇവിടെ പിന്നെ നല്ല കച്ചവടം ചെയ്തുകൊണ്ട് വരുന്ന ഒരു കടയാണ് ഇട്ടത്. അപ്പോൾ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യാൻ കഴിവുള്ള ആളുകൾ, താല്പര്യമുള്ള ആളുകൾ, നല്ലൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യമുള്ള ആളുകൾ നേരെ ഈ ഒരു കടയിൽ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അന്വേഷിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളി. വാണിയമ്പലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. വാണിയമ്പലത്ത് വന്നിട്ട് ആരോട് ചോദിച്ചാലും ഈ കടയിലത്തെ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കോളി. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ. ഒപ്പം നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് നമ്മളെ വീഡിയോ കാണുന്നത് വെച്ചാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ ഒരു കട എടുക്കുന്ന ആൾക്കാരെ ഐഡിയക്ക് അനുസരിച്ച് ഇതിലേക്ക് ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ആഡ് ചെയ്യാനും, പിന്നെ എന്തൊക്കെയാണോ നമ്മളെ യുക്തിക്കനുസരിച്ച് ഇതിലേക്ക് എന്തൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നത് വെച്ചാൽ അതൊക്കെ ചെയ്യാനും പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടിലാണ് ഈ നിച്ചൂസ് കട ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കട ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വന്ന് ബന്ധപ്പെട്ടോളിയും. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ കുടുംബക്കാരിലേക്കോ ആരെങ്കിലും ഇതുപോലത്തെ ഒരു കട, ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് എത്തിക്കാനും മറക്കരുത്. ഈ കടയുടെ വിലയും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം അതൊക്കെ നിങ്ങൾ നേരിട്ട് കട ചെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് ചോദിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ തീരുമാനമാക്കുക. ഞാൻ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം.